ഈ യാത്ര അഞ്ജലി എന്ന പെൺകുട്ടിയുടെ ജീവിതത്തിലേക്കുള്ള ഒരെത്തിനോട്ടമാണ്. ആരാണ് അഞ്ജലി? എന്താണ് അഞ്ജലി? എങ്ങനെയാണ് അഞ്ജലി? കേരളത്തിന്റെ സ്വന്തം കൊച്ചി, അവിടെ പള്ളുരുത്തി എന്ന ശാന്തസുന്ദരമായ പ്രദേശം. അഞ്ജലിയുടെ ജന്മഗൃഹമായ വണ്ടന്നൂരിൽ ഞങ്ങൾ എത്തുമ്പോൾ മരുഭൂമിയിൽ കിണർ കണ്ട പോലെ അതീവ സന്തോഷവതിയായി അനുജത്തി ദേവു സ്വീകരിക്കാനെത്തിയിരുന്നു. അഞ്ജലിയുടെ ഭീഷണി ഭയന്നിട്ടാവണം ആ കുഞ്ഞു പൈതൽ ആദ്യം കാര്യം പറയാൻ വിസമ്മതിച്ചെങ്കിലും ഒരു ഐസ്ക്രീം സമ്മാനിച്ചപ്പോൾ നാണത്തോടെയും ചിരിയോടെയും ഞെട്ടിക്കുന്ന ചില രഹസ്യങ്ങളാണ് ലാവണ്ടറുമായി പങ്കുവച്ചത്. എനിക്ക് പണിയായിട്ട് വന്ന വിജിലേട്ടൻ നോക്കിക്കോ വിജിലേട്ടാ. ചേച്ചി എന്താ പറയണത്, ഭയങ്കര സാധനമൊന്നും പറയാൻ പറ്റൂല, പക്ഷേ ചില സമയത്തൊക്കെ ഭയങ്കര സാധനമാണ്. നമുക്ക് 10ൽ 9.5 മാർക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1/2 മാർക്ക് എവിടെയെന്ന് ചോദിച്ച് വഴക്ക് പറയും. ഞാനും കുഞ്ഞും മുത്തൊക്കെ കൂടി വീട്ടിൽ നിൽക്കാൻ വരുമ്പോഴത്തേക്കും ഒരു 7 മണി എന്നുള്ളത് 7:30 ആയി കഴിഞ്ഞാൽ എണീക്കാനായിട്ട് അമ്മു ചേച്ചി പുതപ്പെല്ലാം വലിച്ചു മാറ്റി കാലിന്ന് വലിച്ചൂരി കട്ടിലേന്ന് താഴെയിട്ട് അങ്ങനെയൊക്കെയാണ് അമ്മു ചേച്ചിയുടെ മാത്സ് ഒക്കെ പറഞ്ഞു തരുമ്പോൾ ഒരു വട്ടമായിട്ട് മനസ്സിലായില്ലെങ്കിൽ ഇത്ര തവണ നിനക്ക് എന്താണ് മനസ്സിലാവാത്തത്, ഇതാണ് എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞ് ഇതാണെന്ന് മനസ്സിലാക്കി കൂടെ. ഞാനുമായിട്ട് താരതമ്യം ചെയ്യുവാണെങ്കിൽ തന്നെ നിങ്ങൾക്കറിയാം എനിക്കിപ്പോൾ ഇച്ചിരി ഗ്ലാമർ കൂടുതലുണ്ട്, ഞാൻ നന്നായിട്ട് പഠിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ആക്ടിവിറ്റീസ് എല്ലാ പരിപാടിയിലൊക്കെ ഞാൻ ഭയങ്കര ബെസ്റ്റ് ആണല്ലോ, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഞങ്ങൾ മുട്ടായിരുന്ന സമയത്താണെങ്കിൽ തന്നെ അവളെ ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ അവൾ അങ്ങോട്ട് അഴിഞ്ഞു പോകുമായിരുന്നു, ഞാനാണെന്നുണ്ടെങ്കിൽ വിളിക്കുന്ന ആൾ അടുത്തോട്ട് അഴിഞ്ഞു പോകുമായിരുന്നു. അവൾ പിന്നെ പണ്ട് തൊട്ട് പറഞ്ഞാൽ കേൾക്കത്തില്ല, പഠിക്കത്തില്ല, കുളിക്കുന്ന തന്നെ ആഴ്ചകൾ കൂടി, പിന്നെ വൃത്തിയില്ല. 1992 ബുദ്ധിയുള്ളവരുടെ മാസം എന്നറിയപ്പെടുന്ന ഏപ്രിലായിരുന്നു അഞ്ജലിയുടെ ജനനം. അച്ഛനെപ്പോഴല്ലോ അമ്മു ചേച്ചിനെ ഇഷ്ടം, ഏറ്റവും നന്നായിട്ട് പഠിക്കണ അമ്മു ചേച്ചിയാണ്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അമ്മു ചേച്ചിനെ ഇഷ്ടം. ക്യാരക്ടർ ഭയങ്കര അലമ്പായിരുന്നു, ഞങ്ങളെയൊക്കെ ഭയങ്കര എന്താ പറയാ ദ്രോഹിക്കും, ഉപദ്രവിക്കും. ഉറങ്ങാൻ നേരത്തെ കാലക്കെടുത്ത് പൊക്കത്തോട്ട് ഇടും, നമ്മളെ കൊല്ലാനൊക്കെ ശ്രമിക്കും. കുഞ്ഞുനാളിലെ പിതാവിന്റെ സ്നേഹം പിടിച്ചു പറ്റിയ അഞ്ജലിയുടെ അടുത്ത ലക്ഷ്യം സ്കൂൾ അധ്യാപകരായിരുന്നു. കാര്യങ്ങൾ കൂടുതൽ ആഴത്തിലറിയാൻ ഞങ്ങൾ അഞ്ജലി പഠിച്ച സ്കൂളിലെത്തി. അവർക്ക് പറയാനുള്ളതും അഞ്ജലി തലേ ദിവസം തന്നെ വാട്സപ്പിൽ അറിയിച്ചു കൊടുത്ത കാര്യങ്ങളായിരുന്നു. 10th എൻ്റെ ക്ലാസ്സിലേക്ക് കുട്ടി വന്നപ്പം എനിക്കൊരു സംശയമായിരുന്നു, ഈ കുട്ടി പഠിക്കുമോ എന്നൊക്കെ. അന്വേഷിച്ച് വന്നപ്പം ഏറ്റവും നല്ല കുട്ടിയാണ് എൻ്റെ ക്ലാസ്സിലേക്ക് വന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. 2008 SDPY സ്കൂളിലേക്ക് അഞ്ജലി വന്നത്. പഠിക്കാനാണെങ്കിൽ മിടുമിടുക്കി. ഇപ്പോഴും വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും ബർത്ത്ഡേസിനും നമ്മുടെ ടീച്ചേഴ്സ് ഡേക്കൊക്കെ ഓർത്ത് ഇത്ര കൃത്യമായിട്ട് വിളിക്കുന്ന ഒരു മിടുക്കി കുട്ടിയായിരുന്നു. MS ധോണിയുടെ കടുത്ത ആരാധികയായിരുന്ന അഞ്ജലി പരീക്ഷയുടെ തലേ ദിവസം കളിക്കുടുക വായിക്കുന്നതിൽ ഏറെ ആനന്ദം കണ്ടെത്തിയിരുന്നു. ലുട്ടാപ്പി ആയിരുന്നു ഇഷ്ടപ്പെട്ട കഥാപാത്രം. അതായിരിക്കണം സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഡാലിൻ എന്ന പയ്യനുമായി വഴക്കും മുടക്കും ഉണ്ടാക്കാൻ അഞ്ജലി മറന്നില്ല. ഡാലിനും ഞാൻ പഠിപ്പിച്ച കുട്ടി തന്നെയായിരുന്നു. അവനാണെങ്കിൽ അഞ്ജലിയുടെ സ്വഭാവത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഒരു പാവം പതിഞ്ഞ കുട്ടി. ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ആ കഥയ്ക്ക് എങ്ങനെ വന്നു എന്നുള്ളത് ഞങ്ങൾക്ക് അധ്യാപകർക്കും അറിയില്ല, അഞ്ജലിയുടെ കൂട്ടുകാർക്കും അറിയില്ല. ഏറെ നിഗൂഢതകൾ നിറഞ്ഞൊരു പെൺകുട്ടി, അതായിരുന്നു അഞ്ജലി. അത്രയും വർഷം ഡാലിനുമായി വഴക്കായിരുന്ന പെണ്ണ് പിന്നീട് എങ്ങനെ സൗഹൃദത്തിലായി എന്നത് ഇന്നും ചുരുളഴിയാത്ത രഹസ്യമാണ്. ഡാലിൻ ജീജു വളരെ നല്ലവനാണ്, എല്ലാവരോടും സ്നേഹത്തോടെ സംസാരിക്കുള്ളൂ, എന്താ പറയുക എല്ലാവർക്കും വേണ്ടി ഭയങ്കരമായിട്ട് കെയർ ചെയ്യും. ഇങ്ങനെ കുറേയൊക്കെ പറഞ്ഞായിരുന്നു. സ്കൂൾ ജീവിതം കഴിഞ്ഞ് വിദേശത്തേക്ക് പറക്കുമ്പോൾ ഡാലിൻ എന്ന ബാലന് ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ജീവിതം ഇനിയെങ്കിലും ആസ്വദിക്കണം. പക്ഷെ വിധി മറ്റൊന്നായിരുന്നു. കുഞ്ഞുനാൾ തൊട്ടേ സിംഗപ്പൂരിൽ താമസിക്കാൻ കൊതിച്ചിരുന്ന അഞ്ജലി ഭാവി തിരഞ്ഞെടുത്തപ്പോൾ നറുക്കു വീണത് ഡാലിൻ എന്ന പാവം യുവാവിലായിരുന്നു.
എത്രയും പെട്ടെന്ന് ഒരു ജോലി, കിട്ടുന്ന ശമ്പളത്തിന് കടലമിഠായി മേടിക്കുക, ബാക്കിയുണ്ടെങ്കിൽ സിംഗപ്പൂരിലേക്ക് ഒരു മിസ് കോൾ. അതുമാത്രമായിരുന്നു പിന്നീടുള്ള അഞ്ജലിയുടെ ലക്ഷ്യം. പക്ഷേ ആദ്യം കയറിയ കമ്പനി അഞ്ജലിയെ പടിയടച്ച് പിണ്ടം വെച്ചത് വളരെ പെട്ടെന്നായിരുന്നു. ചേച്ചിക്ക് ആദ്യമായിട്ട് ജോലി നഷ്ടപ്പെട്ട ദിവസം ചേച്ചി എന്നെ മുത്തിനെയും കൂടി ബാംഗ്ലൂർ ഡേയ്സ് കാണാൻ കൊണ്ടുപോയി. പുറം ലോകം തന്റെ ഇരുൾവശങ്ങൾ ഒന്നും അറിയരുതെന്ന് ആഗ്രഹിച്ച അഞ്ജലി കുട്ടികളെ സോപ്പിടാനായി ഗ്രാമീണ ബാങ്കിൽ നിന്നടക്കം വായ്പ എടുത്തിട്ടുണ്ട്. ജോലി ഇട്ടിക്കഴിഞ്ഞ് ഞങ്ങളെ സുഭാഷ് പാർക്കിൽ കൊണ്ടുപോയി, മെറൈൻ ഡ്രൈവിൽ കൊണ്ടുപോയി, ഒബ്രോണിൽ കൊണ്ടുപോയി, എല്ലാത്തിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു ഇതാണ് ഇന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ തിരിച്ചു കൊണ്ടുവന്ന വ്യക്തിയാണ്. തിന്നാൻ അമ്മ ചേച്ചി വാങ്ങിച്ചു തന്ന കാര്യങ്ങൾ മെൻഡോസ്, ഉപ്പ് സോഡ, നാരങ്ങ. കേരളത്തിന്റെ കാലാവസ്ഥ തന്റെ സൗന്ദര്യത്തിന് കോട്ടം തട്ടുമെന്ന് കണ്ടിട്ടാവണം അഞ്ജലി പിന്നീട് സിംഗപ്പൂരിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അതിൽ ചിലതായിരുന്നു പാചകവും പാട്ടും നൃത്തവും. വെറൈറ്റി ആയിട്ടുള്ള കുറേ ഡിഷസൊക്കെ ഉണ്ടാക്കും. ദേവുവിൻ്റെ ബർത്ത്ഡേക്ക് ഒരു ദിവസം അവിടെ ചെന്നപ്പം അമ്മു ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കി തന്നു. സിംഗപ്പൂരിലെത്തിയ ശേഷം മലയാളികൾക്ക് മുൻപാകെ പാടുവാനായുള്ള ഗാനവും ഇതിനോടകം തന്നെ അഞ്ജലി തട്ടിക്കൂട്ടി. തന്റെ ഗാനത്തിന്റെ വരികൾ കുഞ്ഞുങ്ങളിലൂടെ കേൾപ്പിച്ചായിരുന്നു പുറം ലോകത്തെ ഞെട്ടിച്ചത്. നീലാകാശം പീലി വിരിക്കും പച്ചത്തെങ്ങോല, ബാക്കി എനിക്കറിയാൻ പാടില്ല, മറന്നുപോയി. അമ്മ ചേച്ചി സുഖല്ലേ? കേരളവും കുടുംബവും ഞെട്ടിത്തരിച്ച ഈ വേളയിലാണ് അഞ്ജലിയുടെ മറ്റൊരു ആഗ്രഹം മാതാപിതാക്കളെ അറിയിച്ചത്. ക്രിക്കറ്റ് ജീവിതം പശ്ചാത്തലമാക്കിയ MS ധോണിയും ലാലേട്ടന്റെ പുലിമുരുകനും റിലീസ് ചെയ്യുന്ന മാസത്തിൽ തന്നെ തന്റെ വിവാഹവും നടത്തണം എന്നതായിരുന്നു ആ വാർത്ത. 2016 ഒക്ടോബർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എന്നാ പറയണ്ടേ, എനിക്ക് ഭയങ്കര ഹാപ്പിയുള്ളൊരു മാസമായിരുന്നു. എന്നുവെച്ചാൽ നമ്മുടെ ലാലേട്ടൻ്റെ പുലിമുരുകനൊക്കെ ഇറങ്ങി ഭയങ്കര ഒരു തകർത്ത് വാരി നിൽക്കുമായിരുന്നു. അപ്പം അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു അമിട്ടും കൊണ്ട് അവൾ വന്നപ്പം നമ്മളാകെ അങ്ങ് പതറിപ്പോയി. ഒരു ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ട് വേറൊന്നും കൊണ്ടല്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെക്കാളും മുമ്പ് എനിക്ക് ഓവർടേക്ക് ചെയ്ത് പൊരുത്തി അടിച്ചുകൊണ്ട് വരണമെന്നുണ്ടായിരുന്നു. അത് നടന്നില്ല. ഇപ്പോൾ ഇത്ര നല്ലവനായ ഞാനുള്ള ഈ കുടുംബത്തിൽ ഇപ്പം ആദ്യമേ എന്നെ ഓവർടേക്ക് ചെയ്ത് അവൾ കല്യാണം കഴിച്ചു. അവൾ പണ്ടേ എങ്ങനെയാണ് നമുക്കിട്ടൊക്കെ ഒരു പണി നിന്ന് എപ്പോഴും അവളുടെ സ്വഭാവം എങ്ങനെയാണ്, അവൾ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. 2016 ഒക്ടോബർ മാസം 22 ശനിയാഴ്ച ഡാലിൻ എന്ന യുവാവിന്റെ നെറുകം തലയിൽ ദൈവം വിധി എഴുതി ചേർത്ത വിശേഷ ദിനം. തൻ്റെ ആഗ്രഹങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കാൻ അഞ്ജലി കാത്തിരുന്ന ദിനം. വിഷമം എന്ന് പറയുന്ന കൂടുതലും ടാലന്റിന്റെ കാര്യം ഓർക്കുമ്പോഴാണ്. ഞങ്ങൾക്കൊക്കെ ആക്ച്വലി ഒക്ടോബർ 22 എന്ന് പറയുന്നത് ഏറ്റവും സെലിബ്രേഷൻ ദിവസമാണ്. ഇനി അഞ്ചിട്ട് പോയി കഴിയുമ്പോൾ ടാലന്റിന്റെ കാര്യം ഓർത്തിട്ട് അതിയായ വിഷമമുണ്ട്. അമ്മുചേച്ചി പോണതിന്റെ സങ്കടമല്ല, നാട്ടുകാർക്ക് ബിരിയാണി, ഉച്ചയ്ക്ക് സദ്യ, ഭയങ്കര പരിപാടിയാണ്. നാട്ടുകാർക്ക് മൊത്തം പൂർണ്ണ സാധനം കിട്ടിയെന്നാ പറഞ്ഞത്. സൈക്കിളൊന്നും ഓടിക്കാൻ എന്ത് കണ്ടാലും അപ്പം തട്ടിപ്പറിച്ചോണ്ട് ഓടിച്ചോണ്ട് പോകും. അമ്മു ഞങ്ങളുടെ ഒപ്പം കല്യാണത്തിന് വളരെ കുസൃതിയായിട്ട് ഞങ്ങളുടെ കൂടെ നടുക്കുണ്ടായിരുന്നു. ഞാനും അമ്മ കൂടി നടുക്ക് കയറി നിന്നിട്ട് വിരകി അലമ്പാക്കി നാശമാക്കി ചെക്കൻ്റെ നീയാങ്കിലെ സാരി കുളം അങ്ങനെ അവിടെ ഫുള്ള് കച്ചറ കളിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇന്ന് അമ്മുവിൻ്റെ കല്യാണം നടക്കുമ്പോൾ അതേപോലെ അതേ ഒരു കൊച്ചുകുട്ടിയുടെ രാഗത്തോടെ അവളുടെ ഇടയിൽ കയറി ചെക്കൻ്റെ പെണ്ണിൻ്റെ ഇടയിൽ കയറി കൊളക്കാൻ പറ്റുന്നുള്ള വിശ്വാസത്തോടെയാണ് ഞാൻ പോകുന്നത്. ചേച്ചിയുടെ പാട്ട് അതെന്ന് പറയുന്നത് പ്ലേ ബാക്ക് സിംഗർ ആകേണ്ടിയിരുന്നതാണ്. പക്ഷെ ആ കഴിവ് ഞങ്ങളുടെ ഇടയിൽ മാത്രം ഒതുങ്ങിപ്പോയി. കല്യാണം കഴിഞ്ഞ് വണ്ടിയൊക്കെ കയറി പോകുന്ന സമയത്ത് കരയുന്നത് നോക്കട്ടെ, ട്രൈ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവൾ കരയുമെന്നൊക്കെ പറഞ്ഞാൽ പോയിരിക്കുന്നത്. പിന്നെ കല്യാണം കഴിഞ്ഞ് വൈകുന്നേരം കഴിയുന്ന സമയത്ത് ഒരു പാട്ട് പാടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡാൻസ് പിന്നെ നിങ്ങൾക്കറിയാലോ, ചെറുപ്പം തൊട്ട് അവൾ ഭയങ്കര ഡാൻസറാണ്. പിന്നെ നന്നായിട്ട് പാട്ടും പാടും. അപ്പോൾ കല്യാണം കഴിയുന്ന ആ അവസരത്തിൽ പാട്ട് പാടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭാവി എന്തെന്നോർത്ത് പകച്ചു നിൽക്കുന്ന ചെറുക്കനും താൻ ആലപിക്കാൻ പോകുന്ന വരികളുടെ എണ്ണം തിട്ടപ്പെടുത്തുന്ന അഞ്ജലിക്കും മനസ്സു നിറയെ 1000 വിവാഹാശംസകൾ നേരാം നമുക്ക്.
സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ലാവൻഡർ.